പള്ളിയിലുണ്ടോ അവര്? അവിടുത്തെ തിരുശിരസിനായി തറയ്ക്കപ്പെട്ട ഉള്ളിൻ്റെ അംശം, അവിടുത്തെ തിരുക്കലറയിലെ കല്ലുകളുടെ അംശം, പരിശുദ്ധ അമ്മ ജീവിതകാലത്ത് ഉപയോഗിച്ച ശിരോവസ്ത്രത്തിൻ്റെ അരക്കച്ചിയുടെ അംശം, അവിടുന്ന് രക്തം പുറപ്പെട്ട സാക്ഷ്യമുണ്ട്. അന്ന് മുതൽ പരിശുദ്ധ പിതാവിൻ്റെ ഔദ്യോഗിക അധികാരത്തെ പഠിപ്പിച്ച് വിശുദ്ധർ ഉപയോഗിച്ച വസ്തുക്കളാകാം അവരെ എല്ലിൻ്റെ അംശമാണ് തുണികൾ തേർഡ് ക്ലാസ് റിലീക്സായി മാറും. ദൈവവിധ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഭക്തിനിർഭരമായി തന്നെ ഈ പ്രദർശനത്തിൽ തൊട്ടുപണങ്ങി സാന്ത എക്സ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവയിൽ 1500 തിരുശേഷിപ്പുകൾ ഇവിടെ നാം സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് റിലീക്സ് ആണുള്ളത്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി, സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ വസ്ത്രത്തിൻ്റെയും അവരുപയോഗിച്ച വസ്തുക്കളുടെയും ഭാഗം. വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റീസ് സെൻറ്റ് ജാര ഹോസ്പിറ്റലിൽ മരിക്കുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന ടീഷർട്ട്, ഒരു കോടീശ്വരൻ അടുത്ത കാലത്ത് അന്താരവടത്തെ ഏറ്റവും യോഗ്യനായി ഹെൻറിക് ഷാ എന്ന വാഴ്ത്തപ്പെട്ടവൻ ധരിച്ച ഷർട്ട്, ടൈ, അദ്ദേഹത്തിൻ്റെ ബാലറ്റിൻ്റെ അംശം, അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയിലെ അംശം, വിശുദ്ധ പാദ്രി പിയോ ഉപയോഗിച്ച ഉറാണ അഥവാ സ്റ്റോൾ, അദ്ദേഹം നീണ്ട 5 വർഷം കുമ്പസാരിപ്പിക്കാൻ ഉപയോഗിച്ച ഉറാണ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കോടീശ്വരൻ അടുത്ത കാലത്ത് അന്താരവടത്തെ ഏറ്റവും യോഗ്യനായി ഹെൻറിക് ഷാ എന്ന വാഴ്ത്തപ്പെട്ടവൻ ധരിച്ച ഷർട്ട്, ടൈ, അദ്ദേഹത്തിൻ്റെ ബാലറ്റിൻ്റെ അംശം, അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയിലെ അംശം, വിശുദ്ധ പാദ്രി പിയോ ഉപയോഗിച്ച ഉറാറ അഥവാ സ്റ്റോൾ ധരിച്ചിട്ട് ഒത്തിരിയധികം പ്രദർശനങ്ങൾ നടത്തുമ്പോഴെല്ലാം 100ലധികം സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കണമെന്ന് നിങ്ങളോട് താഴെ അപേക്ഷിക്കുകയാണ്. ഈ വിശുദ്ധ